എനിക്കെന്തോ ഭയങ്കര ക്രിഞ്ചുകൾ എന്തൊരു ചമ്മല്. അപ്പൊ ഈ അംജുക്കാരുടെ മെസ്സേജ് ഒരു ലോങ് പാരഗ്രാഫ് ആയിരുന്നു. ടിൻഡറോ കാര്യങ്ങളൊക്കെ തുറന്നിടായിരുന്നു. ബട്ട് ദ തിങ്സ് ഐ ഡോണ്ട് വാണ്ട് ടു എക്സ്പെരിമെന്റ് മൈസെൽഫ് ഇൻടു എ റിലേഷൻഷിപ്പ് അഗെയിൻസ്റ്റ്. അപ്പൊ പറഞ്ഞു അടിപൊളിയാണ് ആള്, നല്ലതാണ്, നമുക്കറിയാം ഇതൊക്കെ ആയി. അങ്ങനെയാണ് പിന്നെ നമ്മള് സംസാരിച്ചു തുടങ്ങി. അവിടുന്ന് ഒരു ഗ്രീൻ സിഗ്നൽ കിട്ടി. ഓക്കെ, എന്റെ കാര്യത്തില് വർക്ക്ഔട്ട് ചെയ്ത അറേഞ്ച്ഡ് മാരേജ് ആണ്. എനിക്ക് അറേഞ്ച് മാരേജിൽ താല്പര്യം ഉണ്ടായിരുന്നില്ല പണ്ടൊട്ടേ. ഫുള്ളി അറേഞ്ച്ഡ് ആയിരുന്നു സത്യം പറഞ്ഞ. വിശ്വസിക്കാൻ പറ്റില്ല, അത് വേറെ കാര്യം. അറേഞ്ച്ഡ് ആയിരുന്നു. മാട്രിമോണി. അതെ, ഉമ്മ ഇങ്ങനെ മെസ്സേജ് അയച്ചു, ലൈക്ക് കേരള മാട്രിമോണി ഇൻട്രസ്റ്റ് അയച്ചു. അങ്ങനെ ഞാൻ തിരിച്ചിങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് ചോദിച്ചു. പക്ഷെ എനിക്ക് ആദ്യം ഇങ്ങനെ ചെക്ക് ചെയ്തപ്പോ പാരന്റ്സ് വെരിഫൈഡ് എന്ന് പറഞ്ഞപ്പോ ഞാൻ ലൈക്ക് ഇറ്റ് ഈസ് ജെന്യുവൻ എന്നൊരു ഫീല് വന്നു. പിന്നെ എനിക്കൊരു തോട്ട് ഉണ്ടായിരുന്നു, കാരണം മോളും കൂടെ അറിഞ്ഞിട്ടാണോ ഇവര് പാരന്റ്സ് ഇറങ്ങിയില്ലെന്ന് കൺഫേം ചെയ്യണല്ലോ. ഞാൻ വേറെ ഒന്നും വായിച്ചില്ല. ലൈക്ക് ഐ നെവർ നോ ദാറ്റ് ഷീസ് എ ഇൻഫ്ലുവൻസർ, യൂട്യൂബർ, ഇതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു ഫസ്റ്റ് ഓഫ് ഓൾ. ഫോട്ടോ നോക്കി ആ കൊള്ളാം, എനിക്ക് ചേരുന്ന കൊച്ചാണ് എന്ന് ചോദിച്ചു. നേരെ പേര് നോക്കി ഹില, നേരെ ഇൻസ്റ്റയിൽ പോയി സെർച്ച് ചെയ്തു, ഹില കിട്ടി, നേരെ മെസ്സേജ് അയച്ചു. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പാരന്റ്സ് ഇങ്ങനെ എനിക്ക് മാരേജിൽ മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ട്. സോ അപ്പൊ ഈ ഒരു കാര്യം ഹില അറിഞ്ഞിരുന്നോ? ഇല്ല, നമുക്ക് ഉമ്മ റിക്വസ്റ്റ് പലവർക്കും അയച്ചിരുന്നു. ആക്ച്വലി മാട്രിമോണി എന്ന് പറയുന്നത് നമ്മളൊരു ഹൈപ്പർ മാർക്കറ്റിൽ പോയ പോലെ പല ആൾക്കാരുണ്ടായിരിക്കും, പല ഇതുണ്ടായിരിക്കും. അപ്പൊ എല്ലാവർക്കും ഇങ്ങനെ റിക്വസ്റ്റ് അയച്ചിടും. പക്ഷെ ഞാൻ മാട്രിമോണിയിൽ രജിസ്റ്റർ ചെയ്തിട്ട് സെയിം ഈവനിങ് ആണ് അംജുക്കാടെ ആ ഒരു ഇത് വന്നേക്കുന്നത്. ആ സെയിം ഡേ ആണ്. കൂടുതൽ പോയിട്ടില്ല. കേരള മാട്രിമോണി ആയിരുന്നു. വേറെ കുറച്ച് മാട്രിമോണി ആയിരുന്നു. കേരള മാട്രിമോണി ആദ്യമായിട്ടായിരുന്നു. അങ്ങനെ കേരള മാട്രിമോണിയുടെ ഒരു പ്രൊമോഷൻ കൂടി ആയിരിക്കും. അതെ, മറക്കാൻ പാടില്ല. അങ്ങനെ അംജുക്കാരുടെ മെസ്സേജ് കണ്ടു. അപ്പൊ ഞാൻ ഫസ്റ്റ് ഉമ്മാനോട് ഉമ്മത് ഏതൊക്കെ ഇതിന് വേറെ ഏതൊക്കെ ആൾക്കാർ ഇങ്ങനെ മെസ്സേജ് ഉണ്ടായിരുന്നു, ഇങ്ങനെ മാട്രിമോണി കണ്ട് എന്ന് പറയുമ്പോ എനിക്കെന്തോ ഭയങ്കര ക്രിഞ്ചുകൾ എന്തൊരു ചമ്മല്. അപ്പൊ ഈ അംജുക്കാരുടെ മെസ്സേജ് ഒരു ലോങ് പാരഗ്രാഫ് ആയിരുന്നു. അപ്പൊ ഞാൻ ചുമ്മാ ഏതൊക്കെയോ ആൾക്കാരൊക്കെ മെസ്സേജ് അയക്കുന്നതിന് മുമ്പ് എന്താന്ന് വെച്ചാൽ ഇവർക്ക് ആരൊക്കെ ഫോട്ടോ എങ്കിലും അയച്ചായോ എന്ന് പറഞ്ഞു. ഞാൻ പക്ഷെ ഉമ്മാനെ ഏൽപ്പിച്ചിരിക്കുന്നത്. കാരണം എനിക്കിപ്പോ ഈ മാട്രിമോണി നോക്കിയിട്ട് ആരെയും പ്രത്യേകിച്ച് ഇഷ്ടപ്പെടത്തില്ല. കാരണം ഇതുവരെ കാണാത്ത ആള് എനിക്കൊന്നും പ്രത്യേകിച്ച് തോന്നൂല. പിന്നെ ഭംഗി കണ്ട് അങ്ങനെ ചെയ്യാന്ന് മാത്രം. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ ഉമ്മ ഫോട്ടോ അയച്ചായോ എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു മോളെ ഏതാ ഐ ഡി എന്ന് ചോദിക്കാനും ഉമ്മ പലർക്കും അയച്ചിട്ടുണ്ട്. അപ്പൊ ഉമ്മക്ക് ഏതാ ഐ ഡി എന്ന് അറിയില്ല. ഞാൻ ഇവനോട് ചോദിച്ചു ഓക്കെ പ്രൊഫൈൽ ഐ ഡി ഒന്ന് പറയൂ, ഐ ഡി ഒന്ന് പറയൂ, എനിക്ക് അത് ജസ്റ്റ് ചെക്ക് ചെയ്യാൻ. അപ്പൊ ഇവൻ ഐ ഡി പറഞ്ഞത്, ഐ ഡി നോക്കിയപ്പോ പ്രത്യേകിച്ച് ഒന്നുമില്ല അക്കൗണ്ടില്. പുള്ളിയുടെ ഒരു ഫോട്ടോ ഉണ്ട്, അതും ക്ലിയർ ആവാത്തൊരു ഫോട്ടോ ഉണ്ട്. ജസ്റ്റ് ഒന്ന് തുടങ്ങിയിട്ടതാ, ലൈക്ക് ഒന്നുമില്ല, ജസ്റ്റ് അതെ. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ടിൻഡറോ കാര്യങ്ങളൊക്കെ തുറന്നിടായിരുന്നു. ബട്ട് ദ തിങ്സ് ഐ ഡോണ്ട് വാണ്ട് ടു എക്സ്പെരിമെന്റ് മൈസെൽഫ് ഇൻടു എ റിലേഷൻഷിപ്പ് അഗെയിൻസ്റ്റ്. സോ സ്ട്രേറ്റ് ഫോർവേഡ് എനിക്ക് പറ്റിയ ഒരാളിനെ കിട്ടിയ അങ്ങനെ ഒരു തുടക്കം. നമ്മൾ ആദ്യമായിട്ട് ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കത്തില്ല, അങ്ങനെ തുടക്കം ഇട്ടതാ. 2-3 ഫോട്ടോ ഇട്ടു, വേറെ ഡീറ്റെയിൽസ് ഒന്നും ഇട്ടില്ല, ജസ്റ്റ് ഒന്ന് തുടക്കം ഇട്ടതാ. അങ്ങനെയാക്കി. അപ്പൊ ഞാൻ മാട്രിമോണിയില് അംജുക്കാരോട് പറഞ്ഞ് ഓക്കെ പ്രൊഫൈലും കണ്ട്. പക്ഷെ ഞാൻ റിക്വസ്റ്റ് അയച്ചിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ, പ്രൈവറ്റ് ആയിരുന്നു, എന്നെ ആക്സെപ്റ്റ് ചെയ്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഒന്ന് ആക്സെപ്റ്റ് ചെയ്യുന്നാലും എനിക്ക് പ്രൊഫൈലൊന്ന് കാണാൻ പറ്റില്ല എന്ന് ആക്സെപ്റ്റ് ചെയ്ത് വെച്ചു. അങ്ങനെ പക്ഷെ അതിലും വലിയ ഫോട്ടോസ് ഒന്നുമില്ല, കുറെ നായ്ക്കുട്ടി ബൈക്കൊക്കെ ഉള്ളു. അപ്പൊ ഞാൻ പറഞ്ഞു അംജുക്കാരുടെ ഒരു ഫോട്ടോ അയച്ചിട്ട് വെച്ചു. അപ്പൊ അംജുക്ക സെൽഫി എടുത്ത് അയച്ചു. ഫസ്റ്റ് കാണുന്നത്. പിന്നെ ഉപ്പാടെ കൊളീഗ്സ് ഉപ്പാടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് സെയിം സ്ഥലത്താണ് നിൽക്കുന്നത്. അപ്പൊ ഉപ്പ ഇങ്ങനെ ഫ്രണ്ട് അടുത്ത് പറഞ്ഞു, ഫ്രണ്ടുമായിട്ട് ഞാനൊന്ന് മീറ്റ് ചെയ്തു, അവിടെ വെച്ച് UK വെച്ച് മീറ്റ് ചെയ്തു. മുന്നേ അറിയാം അംജുവിനെ, മുന്നേ അവിടെ സെയിം സ്ഥലത്ത് ജോലി ചെയ്യുന്ന മുന്നേ അറിയാം. അപ്പൊ പറഞ്ഞു അടിപൊളിയാണ് ആള്, നല്ലതാണ്, നമുക്കറിയാം. ഇതൊക്കെ ആയി. അങ്ങനെയാണ് പിന്നെ നമ്മള് സംസാരിച്ചു തുടങ്ങി. അവിടുന്ന് ഒരു ഗ്രീൻ സിഗ്നൽ കിട്ടി. ഓക്കെ, പിന്നെ നമ്മള് വീട്ടിലൊക്കെ അന്വേഷിച്ചപ്പോ ഓക്കെ, പിന്നെ അങ്ങനെ അവിടുന്ന് സംസാരം തുടങ്ങി. അതുകൊണ്ട് നല്ല പക്ക അറേഞ്ച്ഡ് ആയിരുന്നു നമ്മള്. ഞാൻ ആദ്യം പറഞ്ഞത് തന്നെ എനിക്ക് ഇപ്പോഴും പറയാനുള്ളൂ, വിശ്വസിക്കാൻ പറ്റൂല ഇത് പക്ക അറേഞ്ച്ഡ് ആണെന്ന്. എനിവേ, നിങ്ങൾക്ക് അറേഞ്ച് മാരേജിനെ കുറിച്ചും അതുപോലെ തന്നെ ലവ് മാരേജിനെ കുറിച്ചുള്ള കോൺസെപ്റ്റ് എങ്ങനെയൊക്കെയാണ്? ലവ് മാരേജും അടിപൊളിയാണ്, രണ്ടും അടിപൊളിയാണ്. പക്ഷെ നാക്കെന്ന് പറഞ്ഞാ നമ്മള് കൊറേ എന്റെ കാര്യത്തില് വർക്ക്ഔട്ട് ചെയ്ത അറേഞ്ച്ഡ് മാരേജ് ആണ്. എനിക്ക് അറേഞ്ച് മാരേജിൽ താല്പര്യം ഉണ്ടായിരുന്നില്ല പണ്ടൊട്ടേ. എനിക്ക് തീരെ അറേഞ്ച്ഡ് മാരേജ് എനിക്ക് മാരേജിലേ പിന്നെ അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം എന്തോ ഒരു ഉള്ളിലൊരു ഗട്ട് ഫീല് വന്നു. എന്തോ പറയണം ഇടമടുത്ത് ഇങ്ങനെ
ആ ഒരു ഫ്ലോയിലൊക്കെ പോയത് അത്യാവശ്യം, പക്ഷെ ഇങ്ങനെ വരെ എത്തുമെന്ന് ഞാൻ തീരെ വിചാരിച്ചില്ല. ആ ഒരു മൂവ്മെന്റ് ഓഫ് ടൈം